എനിക്ക് വേണ്ടി ജീവത്യാഗം ചെയ്യാൻ വരെ തയ്യാറായവളല്ലേ നീ? എന്നിട്ടും എന്തേ ഇങ്ങനെ? എങ്ങനെയെന്ന് വ്യക്തമായി പറയൂ. ഞാൻ അങ്ങയെ സ്നേഹിച്ചു എന്നത് സത്യം, പരമമായ സത്യം. പക്ഷേ അങ്ങ് പട്ടമഹിഷിയായ എന്നോട് കാണിക്കുന്നതോ വഞ്ചന, കൊടിയ വഞ്ചന. കടപ്പാടിന്റെ പേരിൽ അങ്ങ് ധർമ്മം നിറവേറ്റി. എന്നിട്ട് ആദർശം പുലമ്പി പൂർവ്വമാർഗത്തിലേക്ക് തന്നെ മടങ്ങാൻ തുടങ്ങുന്നു. അങ്ങേക്ക് വേണ്ടി ഞാൻ സഹിച്ച ത്യാഗങ്ങളോ അനുഭവിച്ച ദുഃഖങ്ങളോ അതിനെയൊക്കെ എന്ത് ന്യായം ചൊല്ലി വിളിക്കൂ അങ്ങ്? നീ എന്ത് പറഞ്ഞാലും ഒന്ന് ഞാൻ പറയാം. ഒരിക്കലും ഒന്നാകാൻ കഴിയാത്ത രണ്ട് ധ്രുവങ്ങളിലാണ് നമ്മൾ ഇരുവരും. നമ്മുടെ യാത്ര ഇരു ദിശകളിലേക്കാണ്. അകന്നേ മതിയാകൂ. അകലാനല്ല ഞാൻ അടുത്തത്, ഒന്നാകാൻ, ഒരുമിച്ച് കഴിയാൻ, അങ്ങയുടെ പട്ടമഹിഷിയായി ജീവിക്കാൻ. പട്ടമഹിഷി പട്ടമഹിഷി പട്ടമഹിഷി, അതിന്റെ അർത്ഥം അറിയാമോ നിനക്ക്? പട്ടമഹിഷിയുടെ മനുഷ്യഭാവത്തെക്കാൾ നിനക്ക് ചേരുന്നത് മഹിഷിയുടെ വന്യഭാവമാണ്, മൃഗീയ സ്വഭാവമാണ്. ആത്മാർത്ഥമായ ഗുരുശിഷ്യ ബന്ധമാണ് നീ കാരണം തകർക്കപ്പെട്ടത്. ആ വേദനയാൽ നീറി ഒടുങ്ങുകയാണ് ഞാൻ. ഇനി വയ്യ. നിന്റെ അഹങ്കാരം അത് ഇവിടെ ശമിക്കാൻ പോകുന്നു. ഈ നിമിഷം മുതൽ സർവരാലും വെറുക്കപ്പെടുന്ന ഒരു മഹിഷിയായി മാറട്ടെ നീ. ഇത് ദത്താത്രേയൻ തപം കൊണ്ട് നേടിയ വരബലത്താൽ നിനക്ക് മേൽ തറയ്ക്കുന്ന ശാപം, ഉഗ്രശാപം. എന്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും തൃണവൽഗണിച്ച് ഗുരുവിനോടുള്ള കടമ നിറവേറ്റാൻ മാത്രം വിവാഹം എന്ന കർമ്മം നടത്തി എന്നെ വഞ്ചിച്ചതിന് ഗാലവപുത്രി ലീല നിങ്ങളെ ശപിക്കുന്നു. ഞാൻ മഹിഷിയാകുമ്പോൾ നിങ്ങൾ ഒരു മഹിഷമായി മാറട്ടെ. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് ദത്തൻ ലീലയെ ശപിച്ചതും ലീല മഹിഷിയായതുമായ കഥയാണ്. എന്താണ് മഹിഷി ഗുരുജി? മഹിഷി എന്ന് വെച്ചാൽ എരുമ എന്നാണ് ആ വാക്കിനർത്ഥം. അപ്പൊ പട്ടമഹർഷിയോ? പട്ടമഹിഷി എന്ന് വെച്ചാൽ രാജപത്നി എന്നാണ് അർത്ഥം. ഇവിടെ ലീല ആഗ്രഹിച്ചതും അതുതന്നെയായിരുന്നു. ദത്തനെ വിവാഹം കഴിച്ച് ഒരു മഹാറാണിയെപ്പോലെ വാഴാൻ. എന്നാൽ താപസ ജീവിതം നയിച്ചിരുന്ന ദത്തന് ലീലയുടെ പതിയാകേണ്ടി വന്നതിൽ അതീവ ദുഃഖമുണ്ടായിരുന്നു. ഇതിനെ ചൊല്ലി അവർ തമ്മിലുണ്ടായ വാഗ്വാദമാണ് ശാപത്തിൽ കലാശിച്ചത്. ഈ പ്രകൃതി സാക്ഷിയാക്കി വനദേവതകളെ സാക്ഷി നിർത്തി ഗാലവപുത്രി ലീല പറയുന്നു, താങ്കളെ പതിയായി ലഭിക്കും വരെ ഞാൻ അന്നപാനാദികൾ ഉപേക്ഷിക്കും. അങ്ങയുടെ തീരുമാനം മാറിയില്ലെങ്കിൽ അപ്രകാരം തന്നെ ഞാൻ മരണം വരിക്കും. മോളെ, എന്താ ഇത്? അരുത്, അവിവേകം ഒന്നും കാട്ടരുത്. എന്തു പറ്റി നിനക്ക്? എന്റെ തീരുമാനം അടിയുറച്ചതാണ്. ഞാൻ മരണമാല്യം ചാർത്തുന്നുവെങ്കിൽ അത് ദത്തനെ തന്നെയായിരിക്കും. ദത്തൻ തന്നെയാവും എന്റെ പതി. ഈ ജന്മം ദത്തന്റെ ധർമ്മപത്നിയായി തന്നെ ഞാൻ വാഴും. ഒന്നാകാൻ, ഒരുമിച്ച് കഴിയാൻ, അങ്ങയുടെ പട്ടമഹിഷിയായി ജീവിക്കാൻ. പട്ടമഹിഷി പട്ടമഹിഷി പട്ടമഹിഷി, അതിന്റെ അർത്ഥം അറിയാമോ നിനക്ക്?
ഇത് ദത്താത്രേയൻ തപം കൊണ്ട് നേടിയ വരബലത്താൽ നിനക്ക് മേൽ തറയ്ക്കുന്ന ശാപം ഈ നിമിഷം മുതൽ സർവരാലും വെറുക്കപ്പെടുന്ന ഒരു മഹിഷിയായി മാറട്ടെ നീ. എന്നാൽ മഹിഷിയും പട്ടമഹിഷിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയാത്ത ലീലയെ മഹിഷിയായിട്ട് തന്നെ, അതായത് എരുമയായി തന്നെ തീരട്ടെ എന്ന് ദത്തൻ ശപിച്ചു. അയ്യോ പാവം. അത്ര പാവമായിരുന്നില്ല മഹിഷി. പൈശാചിക സ്വഭാവമായിരുന്നു അവൾക്ക്. അഹങ്കാരിയായ അവൾ കണ്ണിൽ കണ്ടവരെല്ലാം ആക്രമിച്ചു. ഭൂലോകത്തിന് മാത്രമല്ല, ദേവലോകത്തിന് പോലും പേടിസ്വപ്നമായി മാറി അവൾ മഹിഷി. ഓം സ്വാഹ ഓം സ്വാഹ ഓം സ്വാഹ ഓം സ്വാഹ ഓം ഞങ്ങളെ ഉപദ്രവിക്കരുത്. ഈ പൂജകളും ഹോമങ്ങളും നിങ്ങൾ എന്തിനു ചെയ്യുന്നു? ഇത് ദേവന്മാർക്കുള്ള ആവശ്യമാണ്. ഈ ലോകം ഭരിക്കുന്നത് നാമാണ്, മഹിഷി. ഇനി മുതൽ നിങ്ങളുടെ പൂജകളും ഹോമങ്ങളും അർച്ചനയുമെല്ലാം നമുക്കായി അർപ്പിക്കണം. ക്ഷമിക്കണം, ഈ യജ്ഞഹോമാദികൾ ഞങ്ങളുടെ കർമ്മമാണ്. അത് തടയരുത്. ഈശ്വരകോപം ഉണ്ടാകും. ഈശ്വരകോപം? ഈശ്വരൻ കോപിച്ചാൽ എന്ത് സംഭവിക്കും? ലോകം നശിക്കും. ആ? നാം കോപിച്ചാൽ നിങ്ങളുടെ ജീവനാകും നശിക്കുക. യജ്ഞഹോമാദികളിലെ ഹവിസ് ലഭിക്കാതെ കോപിക്കുന്ന ഈശ്വരനെ നാം നശിപ്പിച്ചുകൊള്ളാം. ഇന്ദ്രാദിദേവകളെ വരുതിയിൽ നിർത്താൻ ഈ കരത്തിനും ഖഡ്ഗത്തിനും ശക്തിയുണ്ട്. ഇനി മുതൽ നിങ്ങൾ പൂജിക്കേണ്ടത് എന്നെയാണ്. പറയൂ, ഓം മഹിഷിയേ നമഃ. പറയാൻ, ഓം മഹിഷിയേ നമഃ. നാം ഇതൊന്ന് അമർത്തിയാൽ നിന്റെ ജീവൻ പോകും. പറയൂ, ഓം മഹിഷിയേ നമഃ. ഓം മഹിഷിയേ നമഃ. ഓം മഹിഷിയേ നമഃ. എല്ലാരും പറയൂ. മഹിഷിയേ നമഃ. ഓം മഹിഷിയേ നമഃ. ഓം മഹിഷിയേ നമഃ. നാരായണ നാരായണ. പ്രണാമം മഹാദേവ. പ്രണാമം നാരദരെ.
എന്തോ ഗൗരവമേറിയ വിഷയം നമ്മോട് ഉണർത്തിക്കാനുണ്ടെന്ന് അങ്ങയുടെ മുഖഭാവം വ്യക്തമാക്കുന്നുണ്ടല്ലോ. അതെന്താണെന്ന് അരുളിയാലും. നാരായണ നാരായണ, ദത്താത്രേയന്റെ ശാപത്തിന്റെ പരിണിത ഫലമായി മഹിഷിയായി രൂപം പൂണ്ട ലീല ഭൂലോകമാകമാനം നാശം വിതയ്ക്കുന്നു, ജനജീവിതം ദുസ്സഹമാക്കുന്നു. ഹോമകർമാദികൾ ചെയ്യുവാൻ മഹർഷിമാരെ പോലും അനുവദിക്കുന്നില്ല. നാരായണ മന്ത്രം നിരോധിച്ച ഹിരണ്യകശിപുവിനെ പോലെ മന്ത്രജപാദികൾ തടസ്സപ്പെടുത്തുന്നു. ഓം മഹിഷിയേ നമ എന്ന മന്ത്രം മാത്രമാണ് ഭൂലോകമാകെ മുഴങ്ങിക്കേൾക്കുന്നത്. അവളെ എതിർക്കുവാനോ പരാജയപ്പെടുത്തുവാനോ ആരാലും സാധിക്കുന്നില്ല. അവളുടെ പരാക്രമങ്ങൾ ഇപ്പോൾ ഈ 14 ലോകങ്ങളിലേക്കും വ്യാപിച്ചു തുടങ്ങിയിരിക്കുന്നു. ദേവലോകം ആക്രമിച്ച് മഹിഷി ഇന്ദ്രപദവിയിലെത്തുമോ എന്ന ആശങ്കയിലാണ് ദേവന്മാർ. നാരദരെ, മനുഷ്യനോ ദേവനോ യക്ഷകിന്നര ഗന്ധർവനോ ആരായാലും കർമ്മബന്ധങ്ങളിൽ നിന്നും രക്ഷ നേടാനാകില്ല. ദേവകൾ അനുഭവിക്കുന്നതെല്ലാം അവരുടെ തന്നെ കർമ്മങ്ങളുടെ ഫലമാണ്. ഒരിക്കൽ ദുർവാസാവ് മഹർഷിയിൽ നിന്നും ശാപം നേടി ജരാനര ബാധിച്ച ദേവന്മാർ പാലാഴി മഥനത്തിലൂടെ അമരത്വം നേടിക്കഴിഞ്ഞപ്പോൾ അവരിലെ അഹങ്കാരവും വീണ്ടും ഉടലെടുത്തു തുടങ്ങി. സുഖലോലുപതയിൽ മതിമറന്ന് സ്വകർമ്മങ്ങൾ ആര് വിസ്മരിക്കുമ്പോഴും ദുഃഖങ്ങൾ ഉണ്ടാവുന്നത് സ്വാഭാവികം മാത്രമാണ്. നാരായണ നാരായണ, അങ്ങ് പറഞ്ഞത് സത്യം തന്നെയാണ് മഹാദേവൻ. പക്ഷേ മഹിഷിയുടെ ക്രൂരകർമ്മങ്ങളോ? ഇതിനൊരു അവസാനം ആവശ്യമല്ലേ മഹാദേവ? തീർച്ചയായും ആവശ്യമാണ്. പക്ഷേ മഹിഷിയുടെ നിഗ്രഹത്തിന് സമയം സമാഗതമായിട്ടില്ല നാരദരെ. നാരായണ നാരായണ. മഹാദേവ, അടിയന് ഒരു സംശയം. ചോദിക്കൂ നാരദരെ. പാപകർമ്മങ്ങൾ ചെയ്തു കൂട്ടുന്ന ദുഷ്ടജന്മങ്ങൾക്ക് തുടർച്ചയായ വിജയം ലഭിക്കുമ്പോൾ ഈശ്വര കോപമുണ്ടാകാത്തത് എന്തുകൊണ്ടാണ് മഹാദേവ? പൂർവജന്മങ്ങളിൽ അവർ ചെയ്ത പുണ്യകർമ്മങ്ങളുടെ സുഹൃതമാണ് അപ്രതീക്ഷിത വിജയങ്ങൾ പാപകർമ്മികൾക്ക് ലഭിക്കുന്നത്. എന്നാൽ അവർക്ക് ലഭിക്കുന്ന സൗഭാഗ്യങ്ങളിൽ അഹങ്കരിച്ച് അവർ ചെയ്യുന്ന പാപകർമ്മങ്ങളാൽ പുണ്യം ക്ഷയിക്കുകയും ഹീനജന്മത്തിന് പ്രാപ്തരായി തീരുകയും ചെയ്യുന്നതാണ്. നാരായണ നാരായണ. ലോകമാതാക്കളായ ലക്ഷ്മി, പാർവതി, സരസ്വതിമാരുടെ ചൈതന്യ സങ്കലനത്താൽ അവതരിച്ച് ഗാലവപുത്രിയായി ഭൂമിയിൽ ജന്മം കൊണ്ട ലീലയാണ് ദത്താത്രേയ ശാപത്താൽ മഹിഷിയായി മാറിയത്. ശൈവ വൈഷ്ണവ സംയോഗത്താൽ ജന്മം കൊള്ളുന്ന മനുഷ്യപുത്രന് മാത്രമേ തന്നെ നിഗ്രഹിക്കാനാവൂ എന്ന വരം ബ്രഹ്മദേവനിൽ നിന്ന് നേടിയ അഹങ്കാരത്തിലാണ് മഹിഷി പാപകർമ്മങ്ങൾ ചെയ്തു കൂട്ടുന്നത്. പൂർവകർമ്മങ്ങളുടെ ഫലം ക്ഷയിക്കുന്നതോടെ മഹിഷി നിഗ്രഹത്തിന് സമയം സമാഗതമാകുന്നതാണ്. നാരായണ നാരായണ. ഭഗവാന്റെ ലീലകൾ മനസ്സിലാക്കുവാൻ ആർക്കും തന്നെ ആവില്ല മഹാദേവ. എങ്കിലും എപ്രകാരമാണ് മഹിഷി നിഗ്രഹം സംഭവ്യമാവുക എന്നറിയുവാൻ അടിയന് തിടുക്കമായി ഭഗവാനെ.
പ്രണാമം പിതാശ്രീ. പ്രണാമം. പ്രണാമം നാരദ മഹർഷേ. പ്രണാമം ശ്രീധർമ്മശാസ്താവേ. ശൈവ വൈഷ്ണവ സംയോഗത്താൽ ജന്മം കൊണ്ട ശ്രീധർമ്മശാസ്താവിൻ്റെ മനുഷ്യാവതാരത്തിന് മാത്രമേ മഹിഷി നിഗ്രഹം സാധ്യമാവുകയുള്ളൂ. അങ്ങയുടെ ആജ്ഞ നിറവേറ്റാനായി നാം സദാ സന്നദ്ധനാണ് പിതാശ്രീ. നാം എന്താണ് ചെയ്യേണ്ടതെന്ന് അരുളിയാലും. മഹിഷി നിഗ്രഹത്തിനായി സമയം അടുത്തു വരുന്നു പുത്ര. പന്തള മന്നന്റെ പുത്രനായി മണികണ്ഠകുമാരനായി 12 സംവത്സരം നീ ഭൂമിയിൽ ജീവിക്കേണ്ടതാണ്. ദേവകാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ആ പിറവിക്കായി മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു നാരദരെ. നാരായണ നാരായണ. പാണ്ഡ്യരാജവംശം പലതായി പിരിഞ്ഞ് അതിൽ ചെമ്പഴന്നൂർ ശാഖയിലെ രാജശേഖര പാണ്ഡ്യനും കുടുംബവും മലയദേശത്ത് എത്തിക്കഴിഞ്ഞു. പുത്രസൗഭാഗ്യം കൈവരാത്ത രാജശേഖര പാണ്ഡ്യനും പത്നിയും അതിൽ അതീവ ദുഃഖിതരാണ്. സന്താന സൗഭാഗ്യത്തിനായി നമ്മെ അകമഴിഞ്ഞു പൂജിക്കുന്ന പന്തളരാജന് പുത്രനായി നമ്മുടെ പുത്രൻ ധർമ്മശാസ്താവ് മണികണ്ഠകുമാരനായി ജന്മം കൊള്ളണം. പിതാശ്രീ, അങ്ങയുടെ ആശീർവാദത്താലും അനുഗ്രഹത്താലും ധർമ്മ സംസ്ഥാപനാർത്ഥം നാം ഭൂമിയിൽ അവതരിച്ച് ദുഷ്ടനിഗ്രഹവും ശിഷ്ട സംരക്ഷണവും നടത്തി 12 കാലം വാഴുന്നതാണ്. തന്നിൽ തന്നെയുള്ള ദുർഭൂതങ്ങളെ ഒഴിപ്പിക്കുന്ന ഉച്ചാടകന്മാരാണ് മഹാന്മാർ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാവര രക്ഷ രക്ഷ മഹാബാഹു ശാസ്ത്രേ നമോ നമഃ. ലോകവീരം മഹാപൂജ്യം സർവരക്ഷാകരം വിഭും പാർവതീ ഹൃദയാനന്ദോ ശാസ്താരം പ്രണമാമ്യഹം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാവര രക്ഷ രക്ഷ മഹാബാഹു ശാസ്ത്രേ നമോ നമഃ. വിപ്രപൂജ്യം വിശ്വവന്ദ്യം വിഷ്ണു ശംഭോ പ്രിയം സുതം ക്ഷിപ്രപ്രസാദ നിരതം ശാസ്താരം പ്രണമാമ്യഹം. മത്തമാതംഗഗമനം കാരുണ്യാമൃതപൂരിതം മത്തമാതംഗഗമനം കാരുണ്യാമൃതപൂരിതം സർവവിഗ്രഹരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാവര രക്ഷ രക്ഷ മഹാബാഹു ശാസ്ത്രേ നമോ നമഃ. അസ്മത്കുലേശ്വരം ദേവം അസ്മത് ശത്രു വിനാശനം അസ്മദിഷ്ട പദാതാരോ ശാസ്താരം പ്രണമാമ്യഹം. പാണ്ഡേശവം ശതിലകം കേരളേ കേളി വിഗ്രഹം ആർത്തത്രാണവരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. ഹരിവരാസനം സ്വാമി വിശ്വമോഹനം ഹരിതീശ്വരം സ്വാമി ആരാധ്യ പാദുകം ഹരിവിമർദ്ദനം സ്വാമി നിത്യനർത്തനം ഹരിഹരാത്മജം സ്വാമി ദേവമാശ്രയേ.
ശേഷാദ്രീശ്വരമംഗളം ഹരിഹര പ്രേമാകൃതി മംഗളം പിഞ്ചാലങ്കൃതമംഗളം പ്രണമതാം ചിന്താമണൈ മംഗളം പഞ്ചസധ്വജമംഗളം ത്രിജഗദാമാധ്യപ്രഭോ മംഗളം പഞ്ചസ്തോപമംഗളം ശ്രുതിശിരോലങ്കാരസ